ഇനി എന്തെങ്കിലും മറ്റു വിവരങ്ങൾ വന്നിട്ടുണ്ടോ ഇപ്പോൾ? ഇതിൽ പ്രധാനമായും തന്നെ പോലീസ് പറയുന്ന ജാമ്യ ഹർജിയെ പോലീസ് എതിർക്കുന്നു എന്നതാണ്. സ്വാഭാവികമായും ഇതിൽ ഗുരുതരമായ കുറ്റമാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഇതിൽ ജാമ്യം അനുവദിക്കരുത് എന്ന് കോടതിയോട് പോലീസ് പറയുകയും ചെയ്തിരിക്കുന്നു. ഇത് വലിയ രീതിയിലുള്ള കുറ്റം തന്നെയാണ് വന്നിരിക്കുന്നത്. ജാമ്യ നടപടികളെ തന്നെ പോലീസ് എതിർക്കുകയാണ്. ഇതിൽ അത്തരമൊരു വാദമുഖം തന്നെ സ്വാഭാവികമായ പോലീസ് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് ജാമ്യം നൽകാനായിട്ട് കഴിയില്ലാതെ പോലീസ് പറയുന്നു. ഗുരുതരമായ കുറ്റമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വകുപ്പുകളെല്ലാം തന്നെ ചുമത്തിയത്. ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയത്. അതിനുള്ളൊരു സാങ്കത്യം നിലവിലുണ്ട്. ഒരു സ്ത്രീയെ അപമാനിക്കുകയാണ് പൊതുജനമധ്യത്തിൽ ചെയ്തത്. വളരെ അവരെ ലൈംഗികമായി അധിക്ഷേപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 75-ാം വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ജാമ്യം നൽകേണ്ടതില്ല. ജാമ്യ ഹർജി പോലീസ് ശക്തമായിട്ട് തന്നെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഘട്ടത്തിൽ ഈ തുടക്കം ബോബി ചെമ്മണ്ണൂരിനോട് എന്തെങ്കിലും പറയുവാനുണ്ടോ എന്നൊരു ചോദ്യത്തിൽ നിന്നാണ് കോടതി നടപടികൾ തുടങ്ങിയത്. ആ നടപടികളിലാണ് നേരത്തെ ബോബി ചെമ്മണ്ണൂർ തനിക്ക് പരിക്ക് പറ്റിയ കാര്യവും അത് 2 ദിവസം മുമ്പ് വീണതാണ് എന്നൊരു കാര്യവും എല്ലാം തന്നെ ബോധിപ്പിക്കുകയും ചെയ്തത്. പോലീസിനെതിരെ തനിക്ക് പരാതിയില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നു. താൻ ഒരു അൾസർ രോഗിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബോബി ചെമ്മണ്ണൂർ ആവർത്തിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും കോടതി മുമ്പാകെ പറയുന്നു. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വീണ്ടും ആവർത്തിച്ച് ബോബി ചെമ്മണ്ണൂർ കോടതിക്ക് മുൻപിൽ തന്നെ പറയുകയും ചെയ്യുന്നു. ഇതിനുശേഷമാണ് ജാമ്യ ഹർജിയിലേക്ക് നീങ്ങുന്നത്. ജാമ്യ ഹർജിയുടെ തുടക്കത്തിൽ തന്നെയും പോലീസ് എതിർപ്പ് ഉന്നയിക്കുന്നുണ്ട്. ജാമ്യ ഹർജിയെ നിശിതമായി പോലീസ് വിമർശിക്കുന്നു, എതിർക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ജാമ്യം നൽകരുത് എന്ന് പോലീസ് വാദിക്കുകയും ചെയ്യുന്നു. ഗുരുതരമായ ഒരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ദൃശ്യങ്ങൾ ഹാജരാക്കാമെന്ന് പ്രതിഭാഗം പറഞ്ഞിരിക്കുന്നു. അതായത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് എന്നാണ് പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഈ പരാതിക്ക് ഹണി റോസ് ഉന്നയിച്ച പരാതി, ഈ പരാതിക്ക് കാരണമായ രീതിയിലുള്ള പരിപാടി നടന്നിരുന്നു. അതിൻ്റെ ഒരു വിശദമായ ദൃശ്യങ്ങൾ തങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയും. അത് കണ്ടുകൊണ്ട് കോടതിക്ക് ബോധ്യപ്പെടാൻ കഴിയും ഇവർ പറയുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ളത് അങ്ങനെയുള്ളതല്ല, അങ്ങനെയൊരു ഉദ്ദേശത്തോടു കൂടിയല്ല. ഈ പരാതിക്ക് അടിസ്ഥാനമായ പരിപാടിയുടെ വിശദാംശങ്ങൾ കോടതിക്ക് മുൻപാകെ ലഭ്യമാക്കാമെന്ന് പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ് ഇതിലുള്ളത് എന്നതാണ് പ്രതിഭാഗം പറയുകയും ചെയ്യുന്നത്. എന്തായാലും പോലീസ് കൃത്യമായിട്ട് തന്നെ ഇതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കാമെന്നൊരു വാദമാണ് ഇപ്പോൾ പ്രതിഭാഗം ഇതിൽ കോടതിക്ക് മുൻപാകെ കൊണ്ടുവന്നിരിക്കുകയും ചെയ്യുന്നത്. മഞ്ജുഷ, ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടാവുന്ന കുറ്റമാണ് ഉള്ളത് എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. രാമൻപിള്ള അസോസിയേറ്റ്സിന് വേണ്ടിയുള്ള വാദം നടക്കുന്നത്, ജാമ്യ ഹർജിയിലുള്ള വാദമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും പ്രതിഭാഗം പറയുന്നത് വീഡിയോ തെളിവുകൾ ഹാജരാക്കാം എന്നാണ്. പക്ഷേ അങ്ങനെ വീഡിയോ ദൃശ്യങ്ങൾ കാണേണ്ട ആവശ്യമില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ പ്രോസിക്യൂഷനും വീഡിയോ ദൃശ്യം ഹാജരാക്കാം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ നൽകാമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ